ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഏറെ ഔഷധ ഗുണമുള്ള ഒരു ഇലയടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല ഗൈസ്, മഞ്ഞളിൻ്റെ ഇലയാണ്. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ മഞ്ഞൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ നല്ല ഇലകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മണ്ടയ്ക്ക ഇലയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി അരിപ്പൊടി എല്ലാം കുഴച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഇലയിലായിട്ട് ഞാൻ പരത്തി വെച്ചു. പിന്നെ ഫില്ലിങ് നിറച്ചതെന്ന് വെച്ചാൽ തേങ്ങയും പഞ്ചസാരയും കൂടിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഓരോ ഇലയും മടക്കിയെടുക്കണം. മടക്കിയെടുത്ത ശേഷം നമുക്കൊരു ഇഡലിച്ചെമ്പിനകത്ത് വെച്ച് ആവി കയറ്റിയെടുക്കണം. അപ്പം അങ്ങനെ ഞാൻ മടക്കിയെല്ലാം വെച്ചു. ഇനി ഇത് നടച്ചു വെക്കണം. അടച്ചു വെച്ച ശേഷം ഇത് വേവുന്ന കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇലയുടെ ഇല നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് കൂടി നോക്കാം ഗൈസ്. ഇല തുറന്നപ്പോഴേ നല്ല മഞ്ഞളിൻ്റെ മണമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ചൂടോടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പം ഞാൻ എങ്ങനെ ഒരെണ്ണം കഴിച്ചു. അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ പച്ചിലകളൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇലയുടെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. മഞ്ഞളിൻ്റെ പകുതി ഗുണവും നമുക്കിതിൽ നിന്നും കിട്ടും. അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം ഗൈസ്. അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.